നാരായണ നാരായണ പ്രഭോ. അവൻ കരുതി അതൊരു സ്വപ്നമാണെന്ന്. അല്ല നാരദരെ, നിങ്ങളെന്താ ഈ വഴിക്കൊക്കെ? പ്രഭോ, ബജറ്റ് കുറവാണ്, ഇത്ര നീട്ടിച്ചിരിക്കണമെന്നില്ല. പ്രഭോ, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ധുരന്തർ സിനിമയിലെ രൺവീറിനെ പോലെ പാളയം മാർക്കറ്റിൽ ഒരു ബുക്ക് സ്റ്റോളൊക്കെ ഇട്ടങ്ങ് നടക്കുകയാണ്. ഇടയ്ക്ക് ദേഷ്യം കൂടുമ്പോൾ ഒന്നുകിൽ ആ മൈലി ബോൾ പ്രസ് ചെയ്യും, അതല്ലെങ്കിൽ മറ്റേ ഫോർ ആംസ് കൂടാനുള്ള ആ സ്പ്രിങ് വെച്ചമർത്തും. ചപ്പളാങ്കോട്ട എപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. പാളയത്ത് കിടന്നിട്ടും നാരദരുടെ സ്ലാങ് മാറാത്തത് അത്ഭുതം തന്നെ. വിച്ചു, നാരദര്, ഞാനെങ്കിൽ പോയിട്ട് വരാം. പത്തനംതിട്ട വരെ പോയി നന്ദിയെ കൊണ്ടുവരാൻ ടൈമായി. ഇത്രയും ദിവസമായിട്ട് വന്നില്ലല്ലോ പാവം. മിൽമാക്കാരിൽ ആണോ അറവുശാലയിലാണോ കൊണ്ടുപോയെന്ന് നോക്കട്ടെ. ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ മനുശക്തി കാണില്ല. ഷിബു പോയിട്ട് വന്നാലും നാമും നാരദരും ഇവിടെയുണ്ട്. നന്ദിയെ കൂട്ടി തിരിച്ചു വരൂ. അല്ല പ്രഭു, എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ ടെലിപ്പോർട്ടേഷൻ അടിച്ച് അങ്ങേക്ക് പോവാമെങ്കിൽ പിന്നെ പാവം ആ നന്ദി എന്തിനാണ് ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? നാരദരെ, ഡോൺ കൗണ്ട് ദ ഗർത്തങ്ങൾ, ഓൺലി ഈറ്റ് ദ പംപ്സ്. നാരദരെ, നിങ്ങളിപ്പോൾ പറഞ്ഞതിരിക്കട്ടെ. ഗരുഡനൊക്കെ കേട്ടാലുണ്ടല്ലോ, വാഹനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. പാവമാ നന്ദി. പ്രഭോ, അങ്ങ് ലെഫ്റ്റ് ഹാൻഡ് ആണോ? നാരദരെ, നമ്മൾ ആംബി ഡെക്സ്ട്രസ്, 2 കരങ്ങളും ഓക്കെയാണ്. പിന്നെ ഇത് ലോ ബഡ്ജറ്റ് ആയത് കാരണം ബാക്കിയുള്ള കരങ്ങൾ കാണിക്കാൻ കഴിയില്ലല്ലോ. ബ്രഹ്മു, യുവർ ബാക്ക്. 7ാം കോസ്മോസ് നിർമ്മിച്ചതിന് ശേഷമുള്ള ബ്രഹ്മുവിൻ്റെ വരവ്. ശിവുവിന് നന്ദിയെ കിട്ടുമോ? വിച്ചു തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോകുമോ? എന്താണ് ബ്രഹ്മുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം? നാരദർ തിരിച്ച് പാളയത്തേക്ക് പോകുമോ? തുടർന്ന് കാണുക. എവറിത്തിങ് ഈസ് നത്തിങ് ആൻഡ് നത്തിങ് ഈസ് എവറിത്തിങ്. ദിസ് പ്രോഗ്രാം ഈസ് കോ സ്പോൺസേർഡ് ബൈ. സ്പോൺസറും ഇല്ല, ആരുമില്ല. വച്ചിട്ട് ഓടേ.